സുഹൃത്തുക്കളെ, ഈ കാണുന്ന കുഴിയിലൊരു തെങ്ങായിരുന്നു. ആ തെങ്ങ് ഇപ്പം 4 ദിവസം മുമ്പ് വീണ്. കായ തുടങ്ങിയിട്ട് 2 ഇളനീര് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് വീണതെന്നറിയില്ല. ഞാനിതിൻ്റെ വീട്ടിൽ വെള്ളം നല്ലോണം ഒഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇത് വെള്ളം ഓവറായിട്ട് ഒഴിച്ചതിൻ്റെ കുഴപ്പമാണെന്ന്. പക്ഷേ അല്ല, ഞാൻ ഇന്ന് അപ്പോൾ വെറുതെ മറ്റൊരു തെങ്ങ് വെക്കാനായിട്ട് ഇങ്ങനെ കുഴിയൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് കുഴി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓരോ റോളുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാ കണ്ടോ, ഓരോ റോളുകൾ. ഇതെന്താണെന്നൊരു പിടുത്തമില്ല. ഞാനപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഇത് നിറയെ ഈ കാണുന്നതൊക്കെ റോളുകളാണ്. ഈ കാണുന്നതെല്ലാം റോളുകളാണ്. പക്ഷേ അതിന് കിട്ടിയതാണ്, ഈ റോളിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് ഈ സാധനം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇത് കൊമ്പൻ ജെല്ലി എന്ന് പറയുന്ന സാധനമാണ്. കൊമ്പൻ ജെല്ലി ഇതാണ്. ഇതിൻ്റെ വിത്ത് മുട്ടകൾ ഇട്ട് വെച്ച കൂടുകളാണിതെല്ലാം. അങ്ങനെ ഇതിൻ്റെ അടിയിൽ മുഴുവനെ ഇതാണ്. ഇത് എങ്ങനെ തുറന്ന് കഴിയുമ്പോൾ എല്ലാം ഇതാണ് കിട്ടുന്നത്. അങ്ങനെയാണ് ഇത് തുറന്ന് അതിൻ്റെ അടിയെല്ലാം തിന്ന്, അങ്ങനെയാണ് ഈ തെങ്ങ് വീഴാനുണ്ടായ കാരണം. അല്ലാതെ വെള്ളത്തിൻ്റെയോ ഒന്നും അല്ലായിരുന്നു. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ഇതുപോലുള്ള തെങ്ങുകളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തെങ്ങിന് യാതൊരു വാട്ടമോ ഒന്നും അനുഭവപ്പെട്ടില്ല. അതിൽ നിറയെ അച്ചിങ്ങയും ഈ പൂക്കുലയൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ അടിഭാഗം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അടിഭാഗം ഞാൻ വെട്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് ഒരു തരം തിന്ന് ഉള്ളിലേക്ക് തുരന്ന് ഇത്രയും ഭാഗം നോക്ക്, ഇത്രയും ഭാഗം തുരന്ന് ഇതുമാതിരി ആക്കി വെച്ചേക്കണം. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഇതെല്ലാം ദ്രവിച്ച് എന്തോ ആക്കി. ഇത് അവിടുന്ന് ഇങ്ങോട്ടാണ് ഇറങ്ങി വന്നിട്ടുള്ളത് തോന്നുന്നത്. തിന്നിട്ട് അടിയിലേക്ക് എത്തിയേക്കാണ്. പട്ടണം അത് എവിടെ നിന്ന് തിന്ന് ഇങ്ങോട്ട് ഇറങ്ങി താഴേക്ക് ഇതിലെത്തിയിരിക്കുകയാണ്. കണ്ടോ, ഇതാ ഉണ്ടകൾ, ഇതാ അതെല്ലാം അതിൻ്റെ ഉണ്ടകളാണ്, ഈ കൂടുകളാണ്. ഇതിൻ്റെ ഒന്നുമില്ലാതാക്കി. നല്ലൊരു തെങ്ങ് 3 കൊല്ലത്ത് കായ്ക്കുന്ന തെങ്ങാണ്. കായ്ച്ചപ്പോൾ 4 കൊല്ലമൊക്കെ ആയി. അത് ഇത്രയും കാലം നോക്കി വളർത്തി ഉണ്ടാക്കിയതാണ്. എല്ലാ വളങ്ങളും ചെയ്തിട്ട് ഇപ്പോൾ അതിങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് നിങ്ങളും സൂക്ഷിക്കുക. ഇങ്ങനത്തെ വല്ല സാധനങ്ങളും അടിയിലിരിക്കുന്നുണ്ടോ എന്നുള്ളത്. വല്ല മരുന്നോ കെമിക്കലോ ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.